എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 59-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രനെ കാണാൻ വേണ്ടിയിട്ട് ചണ്ടാള വേഷത്തിൽ ത്രിശങ്കു, ഇക്ഷ്വാകു വംശത്തിൽ പിറന്നവനായിട്ടുള്ള ത്രിശങ്കു വന്നു എന്നാണ്. തൻ്റെ ബുദ്ധിമുട്ടുകൾ മുഴുവനും തനിക്കേറ്റതായ ശാപം മുഴുവനും ത്രിശങ്കു വിശ്വാമിത്രനോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഈ സർഗത്തിൽ നോക്കാം. 1-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഉക്തവാക്യം തുരാജാനം കൃപയാ കുശികാത്മജ അബ്രവീൻ മധുരം വാക്യം സാക്ഷാത് ചണ്ഡാലതാം ഗതം. അങ്ങനെ വിശ്വാമിത്രനോട് എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറഞ്ഞ ആ ത്രിശങ്കുവിനോട്, അതാണ് ഉക്തവാക്യം തു രാജാനം കൃപയാ കുശികാത്മജ. കൃപയാ കുശികാത്മജ, വളരെ ദയാവാനായിട്ടുള്ള കുശികനന്ദനായിട്ടുള്ള വിശ്വാമിത്രൻ ഉക്തവാക്യം സാക്ഷാത് ചണ്ഡാലതാം ഗതം രാജാനം മധുരം വാക്യം അബ്രവീത്. തന്നോട് ഇത്രയും അധികം സംസാരിച്ചവനും, അതാണ് ഉക്തവാക്യം, രാജാവായിട്ടുള്ള ത്രിശങ്കു, അദ്ദേഹം ഇപ്പോൾ ഏതൊരവസ്ഥയിലാണ്? സാക്ഷാത് ചണ്ഡാലതാം ഗത. സാക്ഷാത് എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ അതിഘോരനായിട്ടുള്ളൊരു ചണ്ഡാലൻ്റെ രൂപം ധരിച്ചു നിൽക്കുന്നവനായ ത്രിശങ്കു എന്നു പേരുള്ള മഹാരാജാവിനോടായിട്ട് മധുരമായിട്ട് വാക്യം ഇപ്രകാരം പറഞ്ഞു. പലതവണ വിശ്വാമിത്രനെ സൗമ്യ ദർശന എന്നൊക്കെ ത്രിശങ്കു പറയുന്നുണ്ട്. അതേ ഒരു ഭാവത്തോടു കൂടിയിട്ട് തന്നെയാണ് വിശ്വാമിത്രൻ ത്രിശങ്കുവിനോടും സംസാരിക്കുന്നത്. അതാണ് മധുരമായിട്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയണത്. 2-ാമത്തെ ശ്ലോകം നോക്കാം. ഇക്ഷ്വാകോ സ്വാഗതം വത്സ ജാനാമി ത്വാം സുധാർമ്മികം ശരണം തേ പ്രദാസ്യാമി മാ ഭൈഷീർനൃപപുംഗവാ. ഹേ ഇക്ഷ്വാകോ വത്സ, ഇക്ഷ്വാകു മഹാരാജാവേ പുത്ര. വത്സൻ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ് അർത്ഥം. പുത്രന് തുല്യമായിട്ട് അത്രയ്ക്കധികം വാത്സല്യത്തോടുകൂടി ഞാൻ കാണുന്നവനെ, അല്ലയോ ത്രിശങ്കു മഹാരാജാവേ. ത്വാം സുധാർമ്മികം അഹം ജാനാമി. അങ്ങ് വളരെ വലിയൊരു ധാർമ്മികനാണ്. അതാദ്യം പറഞ്ഞുല്ലോ, കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, എല്ലാവരെയും സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഋഷിമാരെ ആയാലും മനുഷ്യരെ ആരെ ആയാലും ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും പരിഗണിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടാണ് എന്നെ ചണ്ടാളനായി പോട്ടെ എന്ന് വസിഷ്ഠപുത്രന്മാരെ ശപിച്ചത് എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടി പറയണത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയാണ്, അങ്ങ് വളരെ വലിയൊരു ധാർമ്മികനാണ് എന്ന് ഞാൻ അറിയുന്നുണ്ട് എന്ന് വിശ്വാമിത്രൻ ത്രിശങ്കുവിനോട് പറയാണ്. അതുകൊണ്ട് മാ ഭൈഷീഹി, പേടിക്കൊന്നും വേണ്ട, അല്ലയോ നൃപ പുങ്കവ, രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ, തേ ശരണം പ്രദാസ്യാമി, ഞാൻ അങ്ങയ്ക്ക് ഇതാ ശരണം നൽകുന്നു. അതായത് അങ്ങയുടെ ആഗ്രഹങ്ങൾ വേണ്ടതുപോലെ ആ മോഹം മുഴുവനും സാക്ഷാത്കരിച്ച് തരാൻ ഞാൻ എന്നെ കൊണ്ടാവണത് പോലെയൊക്കെ ചെയ്യും. അങ്ങയ്ക്ക് ഞാനിതാ ശരണം തരുന്നു. വസിഷ്ഠനും വസിഷ്ഠപുത്രന്മാരും എങ്ങനെയാണ് അങ്ങയെ ത്യജിച്ചു കളഞ്ഞത്, അതെങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല. അതെങ്ങനെയായാലും അവർ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അങ്ങയ്ക്കുള്ളതായ ശരണം ഞാൻ തരുകയാണ്. എന്നെ കൊണ്ടാവണതുപോലെ അങ്ങയ്ക്ക് സ്വർഗം ഞാൻ നേടിത്തരും എന്നാണ് ഇവിടെ പറയണത്. 3-ാമത്തെ ശ്ലോകം നോക്കാം. അഹമാമന്ത്രയേ സർവാൻ മഹർഷീൻ പുണ്യകർമ്മണ യജ്ഞസാഹ്യകരാൻ രാജംസ്തതോ യക്ഷ്യസി നിർവൃത. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണത് എന്നാണെങ്കിൽ, അഹം സർവാൻ പുണ്യകർമ്മണ യജ്ഞസാഹ്യകരാൻ മഹർഷീൻ ആമന്ത്രയേ. ഇപ്പോൾ ഞാൻ എല്ലാ ഋഷീശ്വരന്മാരെയും ക്ഷണിക്കാൻ പോവുകയാണ്. എങ്ങനെയുള്ള ഋഷീശ്വരന്മാർ? പുണ്യകർമാക്കൾ, അതുപോലെ തന്നെ യജ്ഞത്തിന് സഹായം ചെയ്യുന്നവരായിട്ടുള്ള എല്ലാ മുനിശ്രേഷ്ഠന്മാരെയും ഞാനിതാ ആമന്ത്രയെ, ഈ യാഗം ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. രാജൻ, അല്ലയോ മഹാരാജാവേ, തതഃ യക്ഷ്യസി, അങ്ങനെ എല്ലാവരും വന്നു ചേർന്നാൽ ഞാൻ യാഗത്തിനായിട്ട് സഹായിക്കാം, ഞങ്ങളെല്ലാവരും സഹായിക്കാം. അങ്ങയ്ക്ക്
നിനക്ക് യാഗം ചെയ്യുകയും ചെയ്യാം. ഞങ്ങൾ പുരോഹിതന്മാരായിട്ട് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. അങ്ങനെ അതാണ് നിർവൃതഃ ത്വം യക്ഷ്യസി. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ മോഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് യാഗം ചെയ്യുകയും ചെയ്യാം. മഹർഷിമാരോട് പലരോടും പറഞ്ഞിട്ട് നടക്കാത്ത കാര്യമാണല്ലോ. വസിഷ്ഠനോട് പറഞ്ഞു, വസിഷ്ഠൻ്റെ പുത്രന്മാരോട് പറഞ്ഞു, അവരാരും ചെയ്തു കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ശപിക്കുകയും ചെയ്തു. അതിന് പരിഹാരമായിട്ട് ഇവിടെയുള്ളവരായിട്ടുള്ള സകല ഋഷീശ്വരന്മാരെയും ഞാൻ ക്ഷണിക്കും. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് അങ്ങയ്ക്ക് വേണ്ടത്ര ഉപദേശങ്ങൾ തരും. ഞങ്ങളെല്ലാവരും പുരോഹിതന്മാരായിട്ട് നിൽക്കും. അങ്ങയ്ക്ക് വളരെ ഭംഗിയായിട്ട് നിർവൃതിയോടുകൂടിയിട്ട് യാഗം ചെയ്യുകയും ചെയ്യാം. അതാണ് ത്വം യക്ഷ്യസി. അങ്ങ് താമസിയാതെ യാഗം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഗുരുശാപകൃതം രൂപം യദിദം ത്വയി വർത്തതേ അനേന സഹരൂപേണ സശരീരോ ഗമിഷ്യസി. അങ്ങയ്ക്ക് ഗുരുശാപം കൊണ്ട് ഒരു രൂപം കിട്ടിയിട്ടുണ്ടല്ലോ. അതാണ് ഗുരുശാപകൃതം ഇതം രൂപം ത്വയി വർത്തതേ. അങ്ങയിൽ ഇപ്പോൾ വർത്തിക്കുന്നതായിട്ടുള്ള രൂപം എന്ന് പറയണത് ഗുരുവിൻ്റെ ശാപം കൊണ്ട്, ഗുരുവിനോട് തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തിയപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയും അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. ഗുരുപുത്രന്മാർ ദേഷ്യം വന്നിട്ട് ശപിക്കുകയും ചെയ്തു. അങ്ങനെ കിട്ടിയതായ ഒരു രൂപമാണല്ലോ അങ്ങയിൽ ഇപ്പോൾ ഉള്ളത്. അതായത് രാജാവിൻ്റെ രൂപമല്ല, ഇപ്പോൾ ചണ്ഡാലൻ്റെ രൂപമാണ്. എന്നാലും അനേന രൂപേണ, ഈ രൂപത്തോടു കൂടി തന്നെ അനേന രൂപേണ സഹ സശരീര ഗമിഷ്യസി, ശരീരത്തോടു കൂടിയിട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അപ്പോൾ രാജാവായിട്ടല്ല പറഞ്ഞയക്കണത്, ചണ്ഡാളനായിട്ട് തന്നെയാണ് ത്രിശങ്കുവിനെ വിശ്വാമിത്രൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ നോക്കണത്. ഇത് വസിഷ്ഠൻ്റെ പുത്രന്മാരുടെ ശാപം കൊണ്ടുണ്ടായ രൂപമാണ്. അത് മാറ്റാനൊന്നും നിൽക്കണില്ല. അങ്ങ് ഈ ഒരു രൂപത്തിൽ തന്നെ ചണ്ഡാളനായിക്കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. അതാണ് എൻ്റെ മോഹം എന്നാണ് വിശ്വാമിത്രൻ പറയണത്. 5ാമത്തെ ശ്ലോകം നോക്കാം. ഹസ്തപ്രാപ്തമഹം മന്യേ സ്വർഗം തവ നരാധിപ യസ്ത്വം കൗശികമാഗമ്യ ശരണ്യം ശരണാഗത. ഹസ്തപ്രാപ്തമഹം മന്യേ തവ സ്വർഗം. ഹേ നരാധിപ, അല്ലയോ മഹാരാജാവേ, തവ ഹസ്തപ്രാപ്തം, അങ്ങയ്ക്ക് അങ്ങയുടെ കയ്യിൽ കിട്ടി സ്വർഗം എന്ന് തന്നെ വിചാരിച്ചോളൂ. അതാണ് തവ ഹസ്തപ്രാപ്തം സ്വർഗം ഇതി അഹം മന്യേ. അങ്ങയ്ക്ക് അങ്ങയുടെ കരഗതമായിരിക്കുന്നു സ്വർഗം എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ലയോ മഹാരാജാവേ, അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് എന്നാണെങ്കിൽ, യഹാത്വം, യാതൊരുവനായിട്ടുള്ള അങ്ങ് എന്തു ചെയ്തു? ശരണ്യം കൗശികം ആഗമ്യ ശരണാഗത. ഏറ്റവും ശരണ്യനായിട്ടുള്ള കൗശികന്റെ മുമ്പിൽ വന്നിട്ടാണ് ശരണാഗതി ചോദിച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ കാര്യം നടത്തി തരേണ്ടത് അങ്ങാണ് എന്ന് പറഞ്ഞിട്ട് കൗശികന്റെ മുമ്പിലാണ്, വിശ്വാമിത്രന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് അങ്ങയുടെ മോഹം സാക്ഷാത്കരിച്ച് ചെയ്യുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് വേണ്ടാന്ന് വെക്കുകയോ മാറ്റി വെക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അങ്ങ് എന്നോട് വന്ന് ചോദിച്ചുല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ വിജയത്തോടു കൂടി ചെയ്തു തീർത്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ശരണം ചോദിച്ചു വന്നവരെ ആരെയും ഞാൻ വെറുതെ നിരാശരാക്കി മടക്കി കളഞ്ഞിട്ടില്ല. അങ്ങയ്ക്ക് അങ്ങയുടെ കൈവെള്ളയിൽ സ്വർഗം കിട്ടി എന്ന് തന്നെ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത്. ഏവമുക്ത്വാ മഹാതേജാഃ പുത്രാൻ പരമധാർമ്മികാൻ വ്യാധിദേശമഹാപ്രാജ്ഞാൻ യജ്ഞസംഭാരകാരണാത്. 7ാമത്തെ ശ്ലോകം കൂടി ചൊല്ലാം. സർവാൻ ശിഷ്യാൻ സമാഹൂയ വാക്യമേതദുവാചഃ സർവാൻ ഋഷീൻ സമാസിഷ്ഠാൻ ആനയധ്വം മമാജ്ഞയാ. ഏവമുക്ത്വാ മഹാതേജാഃ പുത്രാൻ പരമധാർമ്മികാൻ. മഹാതേജാഹ, ആ മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ തൻ്റെ പുത്രന്മാരോട്, പരമധാർമ്മികന്മാരായിട്ടുള്ള തൻ്റെ പുത്രന്മാരോട്, അതുപോലെ മഹാപ്രാജ്ഞന്മാരായിട്ടുള്ള നല്ല അറിവുള്ളവരായ പണ്ഡിതന്മാരായിട്ടുള്ള തൻ്റെ മക്കളോട് വ്യാധിദേശ ഇപ്രകാരം പറഞ്ഞു. അതിന് കാരണം എന്താണ്? യജ്ഞസംഭാരകാരണാത്, യജ്ഞങ്ങൾ ഒരുക്കുന്നതിനും യജ്ഞത്തിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കുക, അതുപോലെ തന്നെ വേണ്ട പോലെ യജ്ഞം അനുഷ്ഠിക്കുക, അതിനുവേണ്ടി പുറപ്പെട്ടവനായിട്ടുള്ള ആ വിശ്വാമിത്ര മഹർഷി
തൻ്റെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള മക്കളോട് ഇപ്രകാരം പറഞ്ഞു. അതായത് ഇനി ഒരടി പുറകോട്ടില്ല, യാഗം ചെയ്യുക തന്നെ. ത്രിശങ്കുവിന് സ്വർഗം ലഭിക്കുന്നത് വരെ യാഗം ചെയ്യാം എന്നാണ് വിശ്വാമിത്രൻ കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പരമധാർമ്മികന്മാരായിട്ടുള്ള പുത്രന്മാരോട് ഇത്ര ഉറപ്പിച്ചുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞത്. എന്നിട്ട് പറയാണ്, സർവാൻ ശിഷ്യാൻ സമാഹൂയ വാക്യമേതദ് ഉവാചഃ. എല്ലാ ഋഷിമാരെയും മഹർഷിമാരുടെ ശിഷ്യന്മാരെയും ഒക്കെ ക്ഷണിക്കണം. എല്ലാവരെയും വിശ്വാമിത്രൻ ചെയ്യാൻ പുറപ്പെടുന്നതായ, അതായത് ത്രിശങ്കുവിന് വേണ്ടി ചെയ്യാൻ പുറപ്പെടുന്നതായ യാഗത്തിലേക്ക് പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് വരണമെന്ന് എല്ലാവരെയും ക്ഷണിക്കുക. അതാണ് വാക്യമേതദ് ഉവാചഃ. എന്നിട്ട് ഇപ്രകാരം ഒരു വാക്യം കൂടി വിശ്വാമിത്രൻ പുത്രന്മാരോട് പറയാണ്, സർവാൻ ഋഷീൻ സവാസിഷ്ഠാൻ ആനയധ്വം മമ ആജ്ഞയാ. എൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ഋഷിമാരെയും, പ്രത്യേകിച്ച് വസിഷ്ഠനെയും വസിഷ്ഠപുത്രന്മാരെയും ഒക്കെ ആനയധ്വം, ഇവിടേക്ക് ആനയിച്ചു കൊണ്ടുവരേണ്ടതുമാണ്. അതായത് കുറച്ച് ഋഷിമാരെ മാത്രമൊന്നുമല്ല, വസിഷ്ഠനെയും വസിഷ്ഠപുത്രന്മാരെയും ഒക്കെ ക്ഷണിച്ച് വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ വെച്ചിട്ടാണ് ത്രിശങ്കു യാഗം ചെയ്യാൻ പോണത് എന്നത് അവരെ അറിയിക്കുകയും അവരെ ഇവിടേക്ക് കൊണ്ടുവരികയും വേണം എന്ന് പറഞ്ഞ് 7ാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഉക്തവാക്യം തു രാജാനം കൃപയാ കുശികാത്മജ അബ്രവീൻ മധുരം വാക്യം സാക്ഷാത് ചണ്ഡാലതാം ഗതം. ഇക്ഷ്വാകോ സ്വാഗതം വത്സജാനാമി ത്വാം സുധാർമ്മികം. ശരണം തേ പ്രദാസ്യാമി മാ ഭൈഷീർനൃപപുങ്കവ. അഹമാമന്ത്രയേ സർവാൻ മഹർഷീൻ പുണ്യകർമ്മണ. യജ്ഞസാഹ്യകരാൻ രാജംസ്തതോ യക്ഷ്യസി നിർവൃത. ഗുരുശാപകൃതം രൂപം യദിദം ത്വയി വർത്തതേ. അനേന സഹരൂപേണ സശരീരോ ഗമിഷ്യസി. ഹസ്തപ്രാപ്തമഹം മന്യേ സ്വർഗം തവ നരാധിപ. യസ്ത്വം കൗശികമാഗമ്യ ശരണ്യം ശരണാഗത. ഏവമുക്ത്വാ മഹാതേജാ പുത്രാൻ പരമധർമ്മികാൻ വ്യാധിദേശമഹാപ്രാജ്ഞാൻ യജ്ഞസംഭാരകാരണാത് സർവാൻ ശിഷ്യാൻ സമാഹൂയ വാക്യമേതദുവാചഃ. സർവാൻ ഋഷീൻ സവാസിഷ്ഠാനാനയധ്വം മമാജ്ഞയാ. എല്ലാ ഋഷിമാരെയും വരുത്തിയിട്ട് യാഗം ചെയ്തിട്ട് ഇപ്പോഴുള്ളതായ ആ ചണ്ഡാലവേഷത്തോടുകൂടി തന്നെ സശരീരനായിട്ട് സ്വർഗം ഗമിഷ്യസി, അങ്ങയ്ക്ക് സ്വർഗത്തിലെത്തിച്ചേരാം എന്ന് വാക്ക് കൊടുക്കുകയാണ് വിശ്വാമിത്രൻ ത്രിശങ്കുവിനായിട്ട് ചെയ്തു കൊടുക്കുന്നത്. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.